ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു മാസമായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും അല്ലായിരുന്നു. അത് ഈ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഒരു മാസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളൊരു മാസത്തിന് ശേഷം എന്നത് ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടയം ഭാഗത്തേക്കാണ്. കോട്ടയത്തേക്ക് ഇതിന് മുന്നേ നമ്മൾ പോയ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കസ്റ്റമർക്കല്ല, ഇത് മറ്റൊരു കസ്റ്റമർക്കാണ്. സാറിൻ്റെ അവരുടെ ഒരു പുതിയ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിലോട്ടുള്ള എല്ലാ ഫർണിച്ചറും അവർ ഓർഡർ ചെയ്തേക്കാണ്. ഒരു 4-5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഉണ്ടാവും. ഞങ്ങൾക്ക് അവിടെ പോയി എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ, നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് 2 ഹൈഡ്രോളിക് ബെഡൊക്കെ ഉണ്ട്. അത് ഒരു ബെഡ് ഫിറ്റ് ചെയ്യാൻ തന്നെ 1.5 മണിക്കൂർ ടൈം എടുക്കും. അതുപോലത്തെ 2 ബെഡും പിന്നെ സാധാ നോർമൽ 2 ബെഡ്, അങ്ങനെ 5-6 ഐറ്റംസ് ഉണ്ട് അവിടെ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4-5 മണിക്കൂർ അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അതൊക്കെ വിചാരിച്ച് ഞങ്ങളിത് വെയിൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഇത് ഞങ്ങൾ മൂവാറ്റുപുഴ ടൗണിലെത്തി. മൂവാറ്റുപുഴ ഒന്നും ആരും ഉണർന്നിട്ടില്ല, ആരും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ടൗൺ ഇതൊന്നും അല്ല, ഗംഭീര ബ്ലോക്കായിരിക്കും. ഇപ്പോൾ അങ്ങനെ ബ്ലോക്കും വണ്ടികളൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഞങ്ങളൊരു 6 മണി ആ സമയത്തൊക്കെ 6 സമയത്ത് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അത്ര വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല മൂവാറ്റുപുഴ ടൗണിൽ. ഇത് നമ്മുടെ സ്ഥിരം വണ്ടിയായിട്ടല്ല ഇന്നത്തെ ഡെലിവറി. നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കം തന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ബഡാ ദോസ്തുമായിട്ടാണ് പോകുന്നത്. കാരണം ഐറ്റംസ് കുറച്ച് കൂടുതലാണ്. അത് നമ്മുടെ സാധാ വണ്ടിയിൽ കയറത്തില്ല. കയറ്റി കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ടാവും. അത് ഇല്ലീഗലായതുകൊണ്ട് പോലീസിൻ്റെ നിന്ന് ഫൈൻ നല്ല കിട്ടും. അത് കാരണം ഞങ്ങൾ ബഡാ ദോസ്ത് എടുത്താണ്. അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനവും സുഖമായിട്ട് കയറ്റാൻ പറ്റും. മറ്റേ വണ്ടി ആകുമ്പോൾ ഇതിനേക്കാൾ ബഡാ ദോസിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം കയറ്റി കഴിയുമ്പോൾ വണ്ടി നല്ല ഹൈറ്റ് വരും. അത് വെച്ച് ഹൈവേയിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല ഫൈൻ വാങ്ങിക്കേണ്ടി വരും. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലൂടെ എപ്പോൾ പോകുമ്പോഴൊരു പ്രത്യേക ഫീലാണ്. ഈ കോട്ടയം ഹൈവേ ഉണ്ടല്ലോ, മൂവാറ്റുപുഴ നിന്ന് കോട്ടയം പോകുന്ന റോഡ് നല്ല ഫീലാണ്. ഒരു തിരക്കില്ലാതെ നല്ല റബ്ബർ, 2 സൈഡിലും റബ്ബർ മരങ്ങളും തേക്ക് മരങ്ങളും ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ സെയിം ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും വീണ്ടും ഇതിന് പോകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ തോന്നും. ഒരു പ്രത്യേക ഫീലാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. ഒക്കെ ഞാൻ പറയാതെ തന്നെ ഇതുവഴി പോകുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഈ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഫീൽ. അതും ആ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സമയം കൂടിയാകുമ്പോൾ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തോട്ട് തട്ടിത്തെറിക്കുന്ന ഒരു സമയം, ഈ റബ്ബർ എസ്റ്റേറ്റ് മരങ്ങൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാനൊരു പ്രത്യേകതരം ഫീൽ തന്നെയാണ് അല്ലേ. അത് കാണണമെങ്കിൽ കോട്ടയം ഭാഗത്തോട്ട് പോകണം. നല്ല റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ എന്ത് രസമാണെന്നറിയാമോ. അങ്ങനെ നല്ല കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിശപ്പിൻ്റെ ഒരു വിളി വന്നത്. അപ്പോൾ പിന്നെ ഭക്ഷണം തന്നെ കഴിക്കാം. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം തന്നെ ആയിക്കോട്ടെ, പൊറോട്ടയും ബീഫും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. നമ്മുടെ കൂടെ ഉള്ള ഒരുത്തൻ രാജസ്ഥാനിയാണ്, അവന് ബീഫ് കഴിക്കത്തില്ല. അപ്പോൾ അവന് മുട്ട റോസ്റ്റും മുട്ടക്കറി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ മുട്ടക്കറിയും പൊറോട്ടയും വാങ്ങിച്ച്. ഞങ്ങൾ 2 പേരും ബീഫ് കറിയും പൊറോട്ടയും വാങ്ങിച്ചു. പൊറോട്ട നല്ല പൊറോട്ട ആയിരുന്നു, പക്ഷേ ബീഫ് അത്ര മസാല അത്ര ടേസ്റ്റ് തോന്നിയില്ല. എങ്കിലും ഞങ്ങളത് കഴിച്ച വിശപ്പിൻ്റെ ഊക്കൊണ്ട് അതെല്ലാം കഴിച്ച് അടുത്ത കസ്റ്റമർ പെട്ടെന്ന് വരാൻ പറഞ്ഞ്. അങ്ങനെ കസ്റ്റമറോട് ഞങ്ങളിതൊരു 10 മിനിറ്റിനകത്ത് എത്താമെന്നും പറഞ്ഞ് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ പാലം ഇതിന് മുന്നേ ഒക്കെ എങ്ങനെയല്ലേ, വൈകുന്നേര സമയങ്ങളിലൊക്കെ എത്ര വണ്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ പിന്നെ അപ്പുറത്ത് പുതിയൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അല്ലാത്ത പക്ഷമൊക്കെ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ എന്ത് ബ്ലോക്കായിരിക്കും എന്ന് അങ്ങനെ ആലോചിച്ച് പോയി. നോർമൽ ഇത്രയും രാവിലെ തന്നെ ഞങ്ങൾ പോന്നിട്ട് തന്നെ ഇവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്ന്. അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. ചെറിയ കാറുകളൊക്കെ വരുമ്പോൾ നമുക്ക് 2 വണ്ടി സുഖമായിട്ട് പോകും. നേരെ മറിച്ച് വല്ല ചെറിയ ഇതുപോലെ പിക്കപ്പ് വണ്ടികളോ അതല്ല വല്ല ചെറിയ ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ 2 വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പുറത്ത് പുതിയ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്, കഴിഞ്ഞു. അത് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളതും കഴിഞ്ഞ് കസ്റ്റമറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ കസ്റ്റമറുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കസ്റ്റമർ രാവിലെ തന്നെ വിളിച്ച് ഇൻഫോം ചെയ്തായിരുന്നു, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ വിട്ട് തന്നുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ തിരഞ്ഞ് നടക്കാൻ നിൽക്കണം. ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ തിരഞ്ഞ് നടക്കാൻ നിൽക്കണം. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിൽ കാണുന്നതാണ് കസ്റ്റമറുടെ വീട്. അവിടെ കസ്റ്റമർ ഇല്ല. കസ്റ്റമർ ഇപ്പോൾ വരാൻ ഞങ്ങൾ വിളിച്ചിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു, നിങ്ങൾ ചെന്നോളൂ, ഫിറ്റിംഗ് തുടങ്ങിക്കോളൂ, ഞങ്ങൾ അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിത് ഈ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗേറ്റ് തുറക്കാൻ ഞാൻ കൂടെയുള്ള ബായിനോട് പറഞ്ഞ്. ബായി അങ്ങനെ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് ഉന്തി തുറന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറയുന്നില്ല. അത് ഹൈഡ്രോളിക് മറ്റേ റിമോട്ട് ഗേറ്റാണ്.
അപ്പോൾ അവൻ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ തുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഗ്യാപ്പിലൂടെ തന്നെ കസ്റ്റമറും ഇല്ല എന്ന് പറഞ്ഞു, അവിടെ ഓണറും ഇല്ല എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യാൻ. പിന്നെ ഉള്ള ഗ്യാപ്പിലൂടെ തന്നെ നമുക്ക് കയറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറ്റിയാണ്. ഇപ്പോൾ ഇനി സാധനങ്ങളെല്ലാം താഴെ വെക്കണം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു വെയിലുമാണ്, നല്ല വെയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ വരുമ്പോൾ നല്ല തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും 10-11 മണിയായി. അപ്പോൾ തന്നെ നല്ല വെയിലായി, നല്ല ചൂടായി. ഇതാണ് കസ്റ്റമറുടെ വീട്. ഇനിയിപ്പോൾ ഇവിടെ സാധനങ്ങൾ വണ്ടി തിരിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് എല്ലാം ഫിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മളിവിടെ തിരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാർപ്പായി എല്ലാം അയച്ചു വെച്ച് സാധനങ്ങളെല്ലാം താഴോട്ട് ഇറക്കി വെക്കുന്ന അടുത്ത ഡ്യൂട്ടിയാണ്. അപ്പോഴേക്കും കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അയക്കുന്ന ടാർപ്പായി ഞങ്ങളിവിടെ ചെറിയൊരു പൊട്ടത്തരം കാണിച്ച്, പൊട്ടത്തരമല്ല, അത് അബദ്ധം പറ്റിയതാണ്. ഈ കാണുന്ന നീല ടാർപ്പായ ഉണ്ടല്ലോ, അത് ഞങ്ങളെല്ലാം അയച്ചു വെച്ച് നല്ല രീതിയിൽ അവൻ കൂടുള്ള ബായി നല്ല രീതിയിൽ അത് മടക്കി വണ്ടിയുടെ സൈഡിലോട്ട് മാറ്റി വെച്ച് പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഞാൻ അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് വണ്ടിയുടെ മുകളിലോട്ട് കയറ്റി വെക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ അത് സാധനങ്ങൾ ഒരുപാടുള്ളതല്ല, അപ്പോൾ അവിടെ ഇരിക്കട്ടെ തൽക്കാലം എന്ന് വിചാരിച്ചിട്ട് വണ്ടിയുടെ സൈഡിലോട്ട് അവർ രണ്ടുപേരും പാടെ കൂടി മടക്കി വെച്ച് സൈഡിലോട്ട് മാറ്റി വെച്ച്. അപ്പോഴേക്കും കസ്റ്റമർ വന്ന് ആ ടാർപ്പായുടെ സൈഡിൽ അവരുടെ താർ ജീപ്പ് നിർത്തി. ആ വണ്ടി നിർത്തി വെച്ച് അത് കാരണം ഞങ്ങൾ പോകുമ്പോൾ ടാർപ്പായി എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾക്കത് കണ്ടില്ല, വണ്ടിയുടെ മറവ് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഓർമ്മയുണ്ടായില്ല, അത് എടുക്കാനും പറ്റിയില്ല. അതങ്ങനെ സൈഡിൽ അവിടെ വെച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ മുകളിലോട്ട് കയറി താഴോട്ട് എടുത്ത് തന്നു. ഞാനും ഒരു ബായും കൂടിയാണ് ഇപ്പോൾ എടുത്തു വെക്കുന്നത്. ഇപ്പോൾ കാണുന്ന അവൻ്റെ കയ്യിൽ ചെറുതാവേണ്ട ഒറ്റയ്ക്ക് എടുത്ത് വെക്കുന്നത്. ബാക്കിയുള്ള വലുതൊക്കെ ഞാനും അവനും കൂടി വീഡിയോ എടുക്കും വേണം, ഇത് കൂടും വേണം. അപ്പോൾ ഒന്നിങ്ങനെ ഷോർട്ടായിട്ട് എടുത്തുകൊണ്ടിരുന്നു. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, അല്ലാതെ ഒറ്റയ്ക്ക് പറ്റത്തില്ല, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഒരുത്ത മുകളിലും കയറേണ്ട ആവശ്യമുണ്ട്. അവിടെ നിന്ന് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഒരാൾ മുകളിൽ വേണം. എല്ലാം നല്ല വെയിറ്റുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും പാടെ കൂടി എല്ലാം താഴോട്ട് ഇറക്കി വെക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. 2-3 ഐറ്റം വണ്ടിയിൽ തന്നെ വെച്ച് ഇവിടെ സ്ഥലം എല്ലാം കൂടി ഇവിടെ ഇറക്കി വെച്ച് തന്നെ പൊട്ടിക്കുമ്പോൾ പ്രശ്നമാവും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് അതാത് ഏതൊക്കെ റൂമിലോട്ട് ഏതൊക്കെ സാധനങ്ങളാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ പാർട്സ് പീസായിട്ട് ആ റൂമിൽ കൊണ്ടുവെക്കുന്നതാണ് അടുത്ത ഡ്യൂട്ടി. ഓരോ ഹൈഡ്രോളിക് ബെഡ് ഏത് റൂമിലാണോ അതിൻ്റെ ഓരോ പാർട്ട് പൊട്ടിച്ച് ഓരോ റൂമിൽ കൊണ്ടുവെക്കുക. അപ്പുറത്തെ റൂമിൽ ഏതാണോ അതെല്ലാം ചോദിച്ചറിഞ്ഞ് ഓരോ റൂമിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ കസ്റ്റമർ വന്ന് പറഞ്ഞു തന്നു ഇത് ഇന്ന റൂമിലാണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോളിക് ബെഡാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പാർട്സ് ഓരോന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ലെഗ്, ഹെഡ്, സൈഡ് ബോർഡ് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ എല്ലാ റൂമിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇതിന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതൊരു 1.5 മണിക്കൂർ ഫിറ്റിങ്ങിന് ടൈം എടുക്കും. അത് കാരണം ഇതാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ അതിന് തന്നെ വേണം 2-3 മണിക്കൂർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ചെറുതിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫിറ്റിങ് തുടങ്ങി. ഹൈഡ്രോളിക് ബെഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്. ഈ ഒരു ഗ്രില്ല്, ഈ ഒരു ഇരുമ്പിൻ്റെ ഇത് ഫിറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ. മെഷർമെൻറ്റൊക്കെ എടുത്ത് അത് ഫിറ്റ് ചെയ്തെടുക്കാനാണ്, ഇത് ഈ ഒരു ലിഫ്റ്റ് മോഡൽ ചെയ്തെടുക്കാനാണ് കുറച്ച് ടൈം വരുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. ഇത് എല്ലാ സൈഡും സ്ക്രൂ ചെയ്ത് മെഷർമെൻറ്റൊക്കെ നോക്കി ഇതുപോലെ ലിഫ്റ്റ് ചെയ്യേണ്ട രീതിയാക്കി അവിടെ ഇവിടെ തട്ടാത്ത രീതിയിൽ ചെയ്തെടുക്കാനാണ്. അതുകൊണ്ടാണ് ഇതിന് 1.5 മണിക്കൂർ വേണമെന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ വർക്കുള്ള ഐറ്റംസ് ആയിരുന്നു, സൈഡ് ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു ബെഡ് ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ബെഡ് ഫിറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് നേരെ വ്യക്തമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഹൈഡ്രോളിക് ബെഡ് ഫിറ്റ് ചെയ്യുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിറ്റിങ്ങിന് ശേഷമുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ കസ്റ്റമറുടെ ഇവർ വാങ്ങിച്ചേക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും വിലയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാം, വീഡിയോയുടെ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഹൈഡ്രോളിക് ബെഡിൻ്റെ വർക്ക് എല്ലാം ഫിനിഷായി കഴിഞ്ഞ് ഇപ്പോൾ ഇനി അടുത്തത് അവൻ തനിച്ച് പോയിട്ട് മറ്റേ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹൈഡ്രോളിക് ബെഡ് ഒന്നും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും മറ്റേ ബായും കൂടി വന്നിട്ട് ഈ ബെഡ് ഫിറ്റ് ചെയ്ത്, ഇത് മറ്റൊരു റൂമിലോട്ടുള്ള ബെഡായിരുന്നു. ഈ ബെഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം, അതിൻ്റെ വിലയെല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതായത് മറ്റൊരു ഹൈഡ്രോളിക് ബെഡാണ്, ഇത് അവൻ തനിച്ച് വന്ന് ഫിറ്റ് ചെയ്താണ്. പിന്നെ ഒരു കോഫി ടേബിൾ ഉണ്ട്. അങ്ങനെ ഇതൊന്നും പിന്നെ ഫിറ്റ് ചെയ്യാനില്ല, ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കാനേ ഉള്ളൂ. പിന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. ഐറ്റംസിൻ്റെ എല്ലാം ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് 2-3 ഡിഫറെൻറ്റ് മോഡലായിട്ട് അവർ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബെഡ് സൈഡ് ടേബിൾ 5-6 എണ്ണം ഉണ്ട്. അതൊന്നും വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വേസ്റ്റ് എല്ലാം പെറുക്കി ഞങ്ങൾ വണ്ടിയിലോട്ട് കയറ്റി. ആ താറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം നീല കളറിൽ ഞങ്ങൾ ടാർപ്പായാണ്, അതവിടെ മറന്നു വെച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴിക്ക് ഇതൊരു ആക്സിഡൻറ്റ് കണ്ടു. ബൈക്ക് എന്തോ ഓവർടേക്ക് ചെയ്തപ്പോൾ ബൈക്ക് പെട്ടെന്ന് വന്നപ്പോൾ വെട്ടിച്ചാന്നാണ് പറഞ്ഞത്. അതും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഗോഡൗൺ ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോൾ ഡെലിവറി ചെയ്ത കംപ്ലീറ്റ് സാധനങ്ങളുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാം. ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.